വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള മലബാർ സ്പെഷ്യൽ ഉന്നക്കായ ആണ്. ആദ്യമൊക്കെ ഉന്നക്കായ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒരുപാട് സമയം പിടിക്കുമായിരുന്നു. പക്ഷേ ഈ രീതിയിൽ ഉന്നക്കായ ഉണ്ടാക്കിയെടുത്തപ്പോൾ എനിക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും അതേസമയം എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാം എന്ന് കരുതി. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് അധികം പഴുക്കാത്ത 3 നേന്ത്രപ്പഴം ആണ്. അധികം പഴുത്ത പഴം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്ക് അത് റോൾ ചെയ്തെടുക്കാൻ എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. തൊലി കളഞ്ഞെടുത്തിരിക്കുന്ന പഴം ഞാനിവിടെ 2ആയി കട്ട് ചെയ്യുന്നുണ്ട്. 2ആയി കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡിലുള്ള നൂലെല്ലാം നമുക്ക് ഈ രീതിയിൽ റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നീട് പഴം നമുക്ക് 2ആയി കട്ട് ചെയ്യാം. അതിനുശേഷം കത്തി ഉപയോഗിച്ച് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുള്ള കറുപ്പ് ഭാഗം നമുക്ക് ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാൻ വളരെ എളുപ്പം തന്നെ കഴിയുന്നതാണ്. അപ്പോൾ ഇതെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം ഞാൻ പഴമെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു സ്റ്റീമറിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസെല്ലാം ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിങ്ങനെ പഴം കട്ട് ചെയ്തുകൊണ്ട് സ്റ്റീം ചെയ്തെടുക്കുന്നത് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുന്നതാണ്. പീസെല്ലാം വെച്ചതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്ത് ഒരു 2 മിനിറ്റ് സമയം മാത്രമേ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് തന്നെ പഴമെല്ലാം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമുക്കിതൊന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ പഴം നന്നായി കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഇത് 1 മിനിറ്റ് സമയം ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ ഇത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പഴം നല്ല ചൂടോടെ തന്നെ മാഷായി കിട്ടുന്നതാണ്. നമ്മളിത് തണിഞ്ഞിട്ട് ചെയ്യാം എന്ന് കരുതിയാൽ പഴം പിന്നെ കട്ടയായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ നല്ലവണ്ണം മാഷായി കിട്ടണമെങ്കിൽ നമ്മളിത് ചൂടോടെ തന്നെ ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കുഴയ്ക്കാൻ പാകത്തിലാവുമ്പോൾ നമുക്കിത് കൈവച്ച് നന്നായി കുഴച്ചെടുക്കാം. തീരെ കട്ടയൊന്നും ഇല്ലാതെ തന്നെ നന്നായി കുഴച്ചെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഉന്നക്കായ ഉരുട്ടുന്ന സമയത്ത് നമുക്ക് നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത് നന്നായി കുഴച്ച് ഞാനിവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കവർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിന് വേണ്ട ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനൊരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതൊന്ന് റോസ്റ്റ് ആയതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റേസിൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങയാണ്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇവ റോസ്റ്റ് ചെയ്തെടുക്കാൻ. തേങ്ങ അധികം റോസ്റ്റായി പോവരുത്. കുറച്ച് നീരുള്ള തേങ്ങയാവുമ്പോഴാണ് നമുക്ക് ആ ഉന്നക്കായ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയും 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് റോസ്റ്റ് ആയതിനു ശേഷം ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി വെക്കുന്നുണ്ട്. കാരണം പാനിൽ തന്നെ ഇരുന്നാൽ തേങ്ങ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. ഇനി നമുക്ക് ഉന്നക്കായ റോൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു കപ്പിൽ ഞാൻ 2 ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കതിന് പകരം ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. നെയ്യ് കുറച്ച് കയ്യിലേക്ക് തടവിയതിന് ശേഷം ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പഴം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് പ്രസ് ചെയ്തെടുക്കുക. പഴം എല്ലാ ഭാഗത്തും ഈക്വൽ പോർഷനിൽ വരുന്ന വിധത്തിൽ നന്നായി ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഫില്ലിങ്സ് ആണ് നിറച്ചിരിക്കുന്നത്. അതിനുശേഷം സൈഡെല്ലാം നന്നായി കവർ ചെയ്തെടുക്കുക. സൈഡെല്ലാം നന്നായി കവർ ചെയ്തതിന് ശേഷം കൈവെള്ളയിൽ വെച്ച് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. കൈയുടെ ഈ ഒരു പോർഷനിൽ വെച്ച് ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉന്നക്കായ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം വിരലുകൾ ഉപയോഗിച്ച് ഈ സൈഡ് ഈ വിധത്തിലൊന്ന് കൂർപ്പിച്ചെടുക്കുക. ഇങ്ങനെ എല്ലാ പഴവും ഞാൻ ഫില്ലിങ്സ് നിറച്ച് ഉന്നക്കായയുടെ രൂപത്തിൽ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ
സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തെടുത്ത് ഫ്രൈ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു പാനിൽ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 ഉന്നക്കായാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ ഒരു കളറായി മാറുന്ന സമയത്ത് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് സ്പൂൺ ഉപയോഗിച്ചൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഉന്നക്കായ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ഈ വിധത്തിലൊന്ന് ഉന്നക്കായ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.